ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സും അതേപോലെ തന്നെ MT5 MT4 യൂസ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഉപകാരം, അതേപോലെ തന്നെ എങ്ങനെ നമുക്കിതൊരു ബ്രോക്കർ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ചെറിയ ആപ്പിൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ പോയിട്ട് MT5 യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോമിലേക്ക് പോയിട്ട് MT5ഉം MT4ഉം ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കലാണ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോറിലേക്ക് പോക്കാണ്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ MT4ഉം MT5ഉം അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ MT5 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സെർച്ചിലേക്ക് വരിക, അതിനുശേഷം MT5 എന്ന് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ MT5ൻ്റെ ഒരു ഇത് കാണിക്കും. അപ്പോൾ ഡൗൺ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും MetaTrader 5. MT5ൻ്റെ ഫുൾ ഫോം ആണ് MetaTrader എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ബ്രോക്കർ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യുന്നത് XNS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള വീഡിയോസും കാര്യങ്ങളും കൊടുക്കാം. അതായത് ഓപ്പണിംഗ് ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പണിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡിൽ വാട്സപ്പും അതേപോലെ ഇൻസ്റ്റാ ഐഡിയും കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കലാണെന്നുണ്ടെങ്കിൽ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് MetaTrader 5 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ MT5 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ MT4ഉം യൂസ് ചെയ്യുന്നുണ്ട്. MT4ഉം MT5ഉം തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് MT5 ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് അലവും കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ഇവിടെ അലവും അതേപോലെ തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ആയി ഡെമോ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും വരുന്നുണ്ടാകുക. നമുക്ക് ചാർട്ട് അതേപോലെ തന്നെ ട്രേഡ് കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് നമ്മുടെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കാണിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരു ബ്രോക്കർ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ് ഏരിയയിലേക്ക് വരിക. ഈ ഒരു സെറ്റിംഗ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ന്യൂ അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് മുകളിലായിട്ടൊരു സെർവർ സെർച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോകാന്നുള്ളതാണ്. നമ്മളൊരു ബ്രോക്കർ അക്കൗണ്ടായിട്ട് XNS ആണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ XNS ആണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇതേപോലെ തന്നെ ചെയ്യാം. മറ്റ് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ XNS ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് ഈ ഒരു 3 ലൈന് കാണിക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫണ്ട്സ് ഉണ്ടാവും, സെറ്റിംഗ് ഉണ്ടാവും. ഇവിടെ സെറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഡൗൺ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് കാണിക്കും. പാസ്വേഡ്, ലോഗിൻ ID, മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് വേണ്ട സെർവർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമ്മൾ പോയിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പീൻ്റെ ഐക്കൺ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി ആവുന്നതാണ്. അതിനുശേഷം MT5ലേക്ക് വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ അവിടെ നമ്മുടെ ഒരു സെർവർ വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. XNS ടെക്നോളജി ഇത് കാണിക്കുന്നുണ്ടാവും. നമ്മളെ സെർവർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും മുകളിലായിട്ട്. നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ഒരു ലോഗിൻ ID ആണ് നമുക്കവിടെ ആവശ്യമുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മുടെ ഒരു ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണിക്കുന്നുണ്ടാവും. ഇത് ഡെമോ അക്കൗണ്ടാണ്. ആ ഒരു ഏരിയയിൽ നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം വീഡിയോ ഇവിടെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ, കോപ്പി ആൻഡ് പേസ്റ്റ് അവൈലബിൾ ആണെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് പാസ്വേഡ് കോപ്പി ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ടാവില്ല. നമുക്ക് ഇവിടെ ചേഞ്ച് ട്രേഡിംഗ് പാസ്വേഡ് എല്ലാവർക്കും കാണിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് നിങ്ങൾ നേരത്തെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഡെമോ MT5 എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. XNS ടെക്നോളജി നമ്മുടെ ഒരു ലോഗിൻ IDയും അതേപോലെ തന്നെ നമ്മുടെ സെർവറും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ട്രേഡിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി ബാലൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും. നമ്മൾ എത്രയാണോ നമ്മുടെ ആ ഒരു ബ്രോക്കറിൽ ബാലൻസ് ഉള്ളതായ ഒരു എമൗണ്ടും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ട്രേഡും കാര്യങ്ങളെല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ബ്രോക്കർ അക്കൗണ്ടിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കാൻ കാണുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചാർട്ടിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാർട്ടും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുണ്ടാകും. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചാർട്ടും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കോട്ടിലേക്ക് പോവാം. അതിനുശേഷം ഇന്ന് നമുക്ക് സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കറൻസി പെയറോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ BTC ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. BTC USD എടുക്കാം.
അതിനുശേഷം ചാർട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം BTC USDയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. നമുക്കിവിടെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ടൈം ഫ്രെയിമും കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കാണിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ M5 ഉണ്ട്, M50 ഉണ്ട്, M30 ഉണ്ട്. ഇതെല്ലാം ഓരോ ടൈം ഫ്രെയിമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിവിടെ ട്രേഡ് പ്ലേസും കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് നോക്കാം. ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ഐക്കൺസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒന്ന് നമുക്ക് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും റൈറ്റ് സൈഡിൽ ഈ ഒരു ഏരിയ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഓടി തന്നെ എക്സിക്യൂട്ടും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയാസ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു റൗണ്ട് ഐക്കണിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, പെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസിലേക്ക് വന്നതിന് ശേഷം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ SL ഉണ്ട്, TP ഉണ്ട്. SL കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് ലോസ് എന്നാണ്, TP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേക്ക് പ്രോഫിറ്റ് ആണ്. SL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു SL നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം TP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് ലോഡ് സൈസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ഏരോ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഡ് സൈസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 1 എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഓർഡറും കാര്യങ്ങളും പ്ലേസ് ആകുന്നുണ്ട്. ഇപ്പോൾ എത്രയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. $8 നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ടാർഗറ്റ് അടിക്കലാണെങ്കിൽ $61 USD നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺ സൈഡിൽ ഡിലീറ്റ് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഏറ്റവും റൈറ്റ് സൈഡിലായ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കണമെന്ന് വിചാരിക്കാം. ഇവിടെ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ഫോമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. അത് ആരോ ഓൺ ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഓക്കെ ആണെന്നാണ്. അതിനുശേഷം സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ സെല്ലാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ആ ഒരു ഏരിയയിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 0.1 ലോട്ട് എന്നില്ലേ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം SL ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡ്രാഗും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ മാനുവലി പോയിട്ട് ആ ഒരു ലോട്ടും കാര്യങ്ങളും അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു റിസ്ക്കും കാര്യങ്ങളെല്ലാം മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇവിടെ ബേബി പിപ്പിലേക്കെല്ലാം പോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന കാണുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയതിന് ശേഷം മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റായി. ഇപ്പോൾ എത്രയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയിട്ടുള്ളത്? $20 USD സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ TP കാണിക്കുന്നുണ്ടാവും. TP നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് MT4ഉം MT5ഉം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ MT4ലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് അവിടെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി പോയിട്ട് ടൈപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എത്രയാണോ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വരുന്നത് ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസും അതേപോലെ ടാർഗറ്റിൻ്റെ ഏരിയയിലും പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. MT4ലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി നമുക്കവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഇപ്പോൾ ട്രേഡും കാര്യങ്ങൾ എടുത്തു. നമ്മൾ ആ ഒരു ട്രേഡും കാര്യങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ നമ്മൾ ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും വാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷൻ എടുത്തതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം റണ്ണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇവിടെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും റണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം? ഈ ഒരു ട്രേഡിലേക്ക് തന്നെ പോവാം. അതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. 1 സെക്കൻഡ്. ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് പൊസിഷൻ ഉണ്ട്, മോഡിഫൈ പൊസിഷൻ ഉണ്ട്. മോഡിഫൈ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലോസ് പൊസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് പൊസിഷൻ ചെയ്യാം. അതേപോലെ ചാർട്ട് നമുക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ടിൽ ഇവിടെ ചാർട്ട് ക്ലിക്ക് ചെയ്തതിന് ആ ഒരു ചാർട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ് ഒരു പൊസിഷൻ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു പൊസിഷൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു പൊസിഷൻ നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ടാർഗറ്റ് ട്രെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് MT5ലേക്ക് വന്നിട്ട് വളരെ ഈസി ആയിട്ടുകൊണ്ട് തന്നെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനും അതേപോലെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും
ട്രെയിൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും MT5 യൂസ് ചെയ്യുന്നത്. MT4ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കും തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി അവിടെ അവൈലബിൾ അല്ല. അത് മാത്രമേ നമുക്കിവിടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡെസ്ക്ടോപ്പ് വേർഷനും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു ചാർട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ഡിലേ ആയിട്ടായിരിക്കും ഒരു ഡാറ്റാസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഒരു MT5ൻ്റെയും MT4ൻ്റെയും ഡയറക്റ്റ് ആ ഒരു ചാർട്ട് ലാപ്പിലോ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാക്റ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത്, ആ ഒരു മൂവ്മെൻറ്റ് ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു ഡാറ്റാസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ലെവലിൽ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, അതിനുശേഷം ക്ലോസ് പുഷും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു ട്രേഡ് എടുക്കലാണ്, സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാർഷ്യലി ക്ലോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? പാർഷ്യലി ക്ലോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുക്ക് 0.1 ലോട്ട് ഉള്ളത്, എനിക്ക് ഇതിൻ്റെ 0.05 ലോട്ട് എക്സിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ഒരു 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം, അതിനുശേഷം ക്ലോസ് പൊസിഷൻ കൊടുക്കാം. ആ ഒരു ക്ലോസ് പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ക്ലോസ് ആവില്ല. അതിനുശേഷം ഇവിടെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ കാണിക്കുന്ന സമയത്തായിരിക്കും ക്ലോസ് ആകുന്നുണ്ടാകാം. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പാർഷ്യലായിട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലോട്ടേക്ക് പോയതിന് ശേഷം ഇവിടെ കണ്ടോ നമുക്ക് മാനുവലി നമ്മൾ ആ ഒരു ലോഡ് സൈസ് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 0.05 ഞാൻ കൊടുത്തു, ക്ലോസ് ചെയ്യ പൊസിഷൻ കൊടുക്കലാണെന്നുണ്ടെങ്കിൽ ആ ഒരു 0.05% ഒരു ക്വാണ്ടിറ്റി മാത്രമേ അവിടെ എക്സിറ്റ് ആവുള്ളൂ. കണ്ടോ ഇവിടെ നമുക്ക് 0.05 എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനിയും പെൻഡിങ് ആയിട്ട് നമുക്ക് അവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്ക് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അതും കൂടി നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, 3 ഡോട്ടിൽ പോവുക, ക്ലോസ് പൊസിഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി എക്സിറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എവിടെ എൻ്റർ ചെയ്തു എവിടെ എക്സിറ്റ് ചെയ്തു എന്നെല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോക്കലാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ഹിസ്റ്ററീസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ നമുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബിറ്റ്കോയിനാണ് ട്രേഡ് എടുത്തുള്ളത്, ഏത് പ്രൈസിൽ നമ്മൾ എൻ്റർ ചെയ്തു, ഏത് പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു, ഏതാണ് ഡേറ്റ്, എത്ര നമുക്ക് പ്രോഫിറ്റ് കിട്ടി, മറ്റു കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. ചാർജും കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റുന്ന നമ്മളൊരു XNSലാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കമ്മീഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു കമ്മീഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പ്രെഡും കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് MT5ഉം കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ അതായത് ലാപ്പിലും കാര്യങ്ങളും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എൻട്രും അതേപോലെ തന്നെ എക്സിറ്റും കാര്യങ്ങളെല്ലാം മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ അനാലിസിസ് കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്.